السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. സൂറത്ത് സുമർ 53-ാമത്തെ വചനം. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അടിയാന്മാരോടായി പറയുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ധാരാളമായി പാപങ്ങൾ ചെയ്തു പോയി അടിയന്മാർ മനുഷ്യന്മാരോട്. എല്ലാ പാപനും അല്ലാഹു തആല പുറത്തു തരും, നിരാശപ്പെടേണ്ട എന്നാണ് ആയത്തിൻ്റെ ചുരുക്കം. നമുക്കതിന് അല്ലാഹു തആല പറഞ്ഞ ശൈലിയിൽ തന്നെ കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഖുൽ, പറയുക പ്രവാചകരെ, യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, യാ ഇബാദിയ എൻ്റെ അടിയന്മാരെ, അല്ലദീന യാതൊരു അടിയന്മാർ, അസ്റഫു അവർ അതിര് കവിഞ്ഞിരിക്കുന്നു, പാപം ചെയ്ത് അവതിരി കഴിഞ്ഞിരിക്കുന്നു, കണക്കല്ലാതെ പാപം ചെയ്തു പോയി. അങ്ങനെയുള്ള എൻ്റെ അടിയന്മാരോട്, അലാ അൻഫുസിഹിം അവരോട് തന്നെ, അവർ സ്വന്തങ്ങളോട് തന്നെ, അവർ ആത്മാക്കളോട് ധാരാളമായി അതിര് കഴിഞ്ഞ് പാപം ചെയ്ത എൻ്റെ അടിയന്മാരോട് പറയുക, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, ലാ തഖ്നതു നിങ്ങൾ നിരാശപ്പെടരുത്, മിൻ റഹ്മത്തില്ലാഹ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന്. അള്ളാഹു മഹത്തായ കാരുണ്യം ഉടയവനാകുന്നു, അതുകൊണ്ട് ഇനിയൊരു രക്ഷയുമില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്, രക്ഷയുണ്ട്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയമായും അല്ലാഹു തആല എല്ലാ പാപവും പൊറുക്കുന്നവനാകുന്നു. ശിർക്കും ബിദ്അത്തും ഒക്കെ തന്നെ അടക്കമുള്ള എല്ലാ പാപങ്ങളും എന്ത് ചെയ്യുന്നു, അള്ളാഹു പൊറുക്കും. എന്ത് വേണം? അതിൻ്റേതായ കാര്യങ്ങൾ സ്വീകരിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. മേലിൽ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യില്ല എന്ന് എന്ത് ചെയ്യുക, മനസ്സുകൊണ്ട് ഉറപ്പിച്ച് അതിന് വിട്ടു നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങിക്കൊണ്ട് പശ്ചാത്തപിച്ച് കഴിഞ്ഞാൽ അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, എല്ലാ പാപങ്ങളും പുറത്തു വരും. ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം, നിശ്ചയമായും അവൻ തന്നെയാവുന്നു ധാരാളമായി പാപം പൊറുക്കുന്നവൻ. അപ്പോൾ ധാരാളമായി പാപം പൊറുക്കുന്ന അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കുന്നില്ല. ഖുർആൻ മറ്റെടുത്ത് പറഞ്ഞു, ഒമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാ പാപം പൊറുക്കുക എന്ന് ഖുർആൻ ചോദിച്ചു. ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ദുആകളിലും ഒക്കെ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്, നിശ്ചയം നീയല്ല പാപം പൊറുക്കുകയില്ല. ഇത്ര സ്പഷ്ടമായി പറഞ്ഞ ഒരു കാര്യമാണിത്. എന്നിട്ട് പോലും നമ്മളിൽപ്പെട്ട സ്വന്തക്കാരെ ബന്ധക്കാരെ ആളുകളെ സൂറത്തെ നിസായിൽ നിന്ന് ആയത്ത് ഓതിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം എന്ത് ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞു, ഒമ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു, ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ എല്ലാ പാപം പൊറുക്കുകയില്ല. എന്നിട്ട് പോലും എന്ത് ചെയ്യുന്നു, പാപം ചെയ്തു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണം. ചില ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുമ്പോൾ ആളുകളെ എന്ത് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ പോയി പോലും എന്ത് ചെയ്യും, പാപം ചെയ്യുന്നു. അവരെ ചില സമസ്തക്കാർ ചില ബേത്തുകളിലും അതേപോലെ തന്നെ മൗലിദുകളിലൊക്കെ വരികൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടുന്നതായി നമുക്ക് കാണാം. ധാരാളം ഞങ്ങൾ പാപം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നബിയെ ഞങ്ങൾ പാപം പുറത്തു തരണമേ എന്ന് ചില മൗലിദിൻ്റെ വരികളിലും നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ, ശിർക്കിലെത്തിപ്പെടുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നാം കണ്ടറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാനായി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്വന്തക്കാർ ബന്ധുക്കാരുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആയത്തുകൾ നമ്മൾ എന്ത് ചെയ്യും, ബഹിയാട്ടേക്ക് പഠിച്ചുകൊണ്ട് അവർക്ക് ഓതിക്കേൾപ്പിച്ചു കൊടുക്കണം. അള്ളാഹു അല്ലാതെ പാപം പൊറുക്കുന്നതില്ല, വിശുദ്ധ ഖുർആൻ്റെ പ്രസ്താവനയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകനോട് പാപം മോൻ തേടുക എന്നുള്ളത് എന്താവുന്നു, അത് ശിർക്കാവുന്നു. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യമായതുകൊണ്ട് അത് ബിദ്അത്തുമാവുന്നു, അനാചാരമാവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങൾ, അനാചാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അമലുകളൊന്നും സ്വീകരിക്കുകയില്ല എന്നുള്ള കാര്യം. ശിർക്കോടുകൂടി മരണപ്പെട്ടാൽ നമ്മൾ ചെയ്തു അമലുകളൊക്കെ തന്നെ
ബാത്തിലായി പോവും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തക്കാർക്ക് ബന്ധക്കാർക്ക് ഇത്തരത്തെ ആയത്തുകൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് അർത്ഥം പഠിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പാപമോചനം തേടിക്കൊണ്ട് അള്ളാഹു എല്ലാ പാപം പുറത്തു വരും ഇന്നല്ലാഹു ദുനുബ് ജിമിയാ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. തന്നെയുമല്ല അള്ളാഹു തആല വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു, വമൻ യഖ്നതു മിൻ റഹ്മത്തി റബ്ബി ഇല്ല ളാലൂൻ. സൂറത്ത് ഹജ്റിൽ 56-ാമത്തെ വചനമായി രേഖപ്പെടുത്തി നമുക്ക് കാണാം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽപ്പെട്ട് നിരാശപ്പെടുന്നവർ ആരാവുന്നു? വഴിവിശവരല്ല നിരാശപ്പെടുകയില്ല എന്നാണ്. അപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം റഹ്മത്ത് അതാണ് പാപം പുറത്ത് കിട്ടുക എന്നുള്ളത്. അതിനെ തൊട്ട് നിരാശപ്പെടുന്നത് ആരാവുന്നു? വഴിവിശവരാകുന്നു. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുന്നത്. അതുകൊണ്ട് അതും വലിയ അപകടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടുന്നത് അള്ളാഹിനെ വിട്ടുകൊണ്ടാണല്ലോ. അള്ളാഹുവിൻ്റെ പാപം പുറത്ത് തേടണമേ, എല്ലാ പാപവും പുറത്ത് തരുന്ന നമ്മൾ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച തമ്പുരാൻ്റെ പറയുന്നു ഖുർആനിൽ വ്യക്തമായി ആവർത്തിച്ച് പറയുന്നു, യഗ്ഫിറു ജിമിഅ, എല്ലാ പാപവും പുറത്തു വരും. എന്നിട്ട് ആ പടച്ച തമ്പുരാൻ വിട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപം തേടുക എന്നത് എന്താകുന്നു? അത് വഴിവെച്ചവരല്ലാതെ ചെയ്യില്ല എന്നാണ് ഈ ആയത്തിൻ്റെ അടിസ്ഥാനം നാം മനസ്സിലാക്കേണ്ടത്. അമ്മ യഖ്നതു മിൻ റഹ്മത്തി റബ്ബി, അതിൻ്റെ ശിതാവിൻ്റെ റഹ്മത്തിൽ നിന്നും നിരാശപ്പെടുന്നവർ ആരാവുന്നു? ഇല്ലല്ലാലൂൻ, വഴിവെച്ചവരല്ലാതെ. അങ്ങനെ വഴിവെച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ആയിപ്പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൃഷ്ടികൾ നിസ്ബി അള്ളാഹു പറഞ്ഞ മുസ്ലിയ ഹദീസിൻ്റെ ലേക്കുള്ള ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോൾ സൃഷ്ടികളെല്ലാവരെയും സൃഷ്ടിച്ച് കഴിഞ്ഞ ശേഷം അള്ളാഹു തആല അർശിൽ രേഖപ്പെടുത്തി വെച്ചു. എന്ത്? ഹദീസ് കാണാം, ഇന്ന റഹ്മത്തി സബത ഗളബി, നിശ്ചയമായും എൻ്റെ കാരുണ്യം എൻ്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു എന്ന്. മറ്റേ ഹദീസ് നമുക്ക് കാണാം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് 100 ഭാഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒന്ന് മാത്രമാണ് ഈ ലോകത്തിലുള്ള സർവ്വജീവികൾക്കും കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാട്ടുജന്തുക്കൾ എന്ത് ചെയ്യുന്നത്? അവർ കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടുന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് അപകടം പറ്റാത്ത നിലയ്ക്ക് അവരെ സംരക്ഷിക്കുന്നു, മുലയൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് മനുഷ്യരും ജന്തുക്കളും ജീവജാലങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു? പരസ്പരമായി കാര്യം കാണിക്കുന്നത്. അതിനടിസ്ഥാനം ഒന്ന് മാത്രം, 100 ഭാഗിച്ചാൽ ഒന്ന് മാത്രമാണ് ഈ ലോകത്തേക്ക് അള്ളാഹു തആല നൽകിയിട്ട് എല്ലാവർക്കും കൂടി. ബാക്കി 99 എണ്ണവും പരലോകത്ത് സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അതിനോട് മാത്രം പാപം തേടുന്ന സത്യവിശ്വാസികൾക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട്. ആ സന്തോഷ വാർത്തയാണ് അള്ളാഹു തആല എന്ത് ചെയ്തിട്ട് നമ്മൾ അറിയിച്ചിട്ടുള്ളത് ഹദീസുകളിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആയത്തുകളും ഹദീസുകളും നാം പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമൊന്നും തേടാതെ അള്ളാഹുവിനോട് മാത്രം പാപമൊന്നും തേടിക്കൊണ്ട് ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് ഖേദിച്ച് മടങ്ങി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، ونعوذ بك من شر ما استعاذ من نبيك محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعانا إنك أنت السميع العليم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اغفر المؤمنين والمؤمنات المسلمين المسلمات. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله.